ഇത് അന്വേഷിച്ചാൽ കൃത്യമായ ഒരു അന്വേഷണം സർക്കാർ പ്രതിക്കൂട്ടിലാകും. ദേവസ്വം മന്ത്രി, സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ പിൻവാതിൽ നിയമനം വഴി ദേവസ്വം ബോർഡിൽ ഒരുപാട് ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ട്. ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലും ഒക്കെ പിൻവാതിൽ നിയമനം വഴി ഒരുപാട് ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും ഒക്കെ തിരികെ കയറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം കൊള്ളയ്ക്ക് കൂട്ടുന്നുള്ള യാഥാർത്ഥ്യം ജനം തിരിച്ചറിയും. അതുകൊണ്ട് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടില്ല എന്ന കാര്യം 100% സത്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും നമ്മൾ യാത്രയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുമായി: ഒന്ന്, വിശ്വാസ സമൂഹം കോൺഗ്രസിനൊപ്പം നിൽക്കും; രണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 2018 ശബരിമല യുവതി പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ഇരുട്ടിന്റെ മറപിടിച്ച് ശബരിമല സന്നിധാനത്ത് പിന്നാമ്പുറത്തൂടെ കയറ്റിയതിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആട്ടപ്പാടലം CPM തോറ്റതാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കേരളത്തിൽ വീണ്ടും വന്നിരിക്കുന്നത്. ശബരിമല CPMന് ഒരു കറവ പശുവാണ്, പൊന്മുട്ടയിടുന്ന താറാവാണ്. വിശ്വാസം ഇല്ലാത്ത ദേവസ്വം മന്ത്രിമാർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് കൊള്ളയ്ക്കാണോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്താനാണോ എന്നൊരു ചോദ്യം ഭക്തജനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.